എൻ്റെ നാട്ടിലെ ഈ കൂട്ടാനും മുളകൂട്ടാന്നാട്ടോ പറയാം. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നൊന്ന് പറയണേ. ഇത് ഞങ്ങളെ വീട്ടിൽ പെരുന്നാളിൻ്റെ തലേന്നൊക്കെ ഉണ്ടാക്കി വെക്കൂട്ടാ. എന്നിട്ട് പിറ്റേ ദിവസം ചോറിലേക്ക് എടുക്കും. നല്ല ടേസ്റ്റ് കേട്ടാ. ഒരു 2-3 ദിവസമൊക്കെ കേടുവരാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പച്ച പപ്പായല്ലേ അതുകൊണ്ട് ഉണ്ടാക്കും. അതേപോലെ കൈപ്പങ്ങ കൊണ്ട് ഉണ്ടാക്കൂട്ടാ. നമ്മൾ പപ്പായൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ചട്ടിയിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക. പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് പുളിവെള്ളവും വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതവിടെ ഇരുന്ന് കുക്ക് ആകുമ്പോഴത്തേന് നമുക്ക് കടുകും ഉലുവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഉലുവ കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കുക. ഈ കടുക് ഇതേപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ഈ പൊടി ഉണ്ടല്ലോ കൈ വന്ന ഈ മുളകൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് വറുത്തിടണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുളകൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുളകൂട്ടാൻ ഇവിടെ റെഡി ആക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കും കൂടി ഒന്ന് പറയണേ.